വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ കാണിക്കുന്ന ഓരോ സപ്പോർട്ടിനും ലൈക്ക് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും കമൻ്റ് ഇടുന്നവർക്കും എല്ലാം ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, ദോശയും ചമ്മന്തിയുമായിരുന്നു. ഇനി ഉച്ചയ്ക്കുള്ള ഊണിനുള്ള തിരക്കിലാണ്. ചോറ് ഞാൻ തിളപ്പിച്ച് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. വേറെ കറികളൊന്നും വെച്ചിട്ടില്ല. കുറച്ച് മുരിങ്ങയില കിട്ടി, അതിനെ തോരൻ വയ്ക്കാൻ പോവുകയാണ്. അതിൽ ചെറിയ തണ്ടുകളൊക്കെ ഉണ്ട്, അതിനെ ഞാൻ പറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ തോരൻ വയ്ക്കുമ്പോഴേക്കും ക്വാണ്ടിറ്റി ഇത്രയും കാണത്തില്ല. അപ്പോൾ നമ്മൾ ഇത്രയും അളവിൻ്റെ കണക്കിനുള്ള ഉപ്പ് ചേർത്ത് തോരനായി കഴിയുമ്പോഴേക്കും ഉപ്പ് കൂടിപ്പോവും. അങ്ങനെ ഒരു അബദ്ധം ഉണ്ടായി എനിക്ക്. അബദ്ധമായി, അത് പ്രശ്നമായി. അതുകൊണ്ട് ഇന്ന് ഞാൻ മനസ്സുകൊണ്ട് തീരെ ക്ലീൻ ചെയ്തുകൊണ്ട് മനസ്സുകൊണ്ട് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് ഉപ്പ് വളരെ കുറച്ചൊഴിക്കണമെന്ന്. ഇതിനെ ഇനി ഞാൻ കഴുകി വെള്ളം വാലാൻ വയ്ക്കും. വെള്ളം വാലാൻ വെച്ചിട്ട് തോരൻ വയ്ക്കും. പിന്നെ ഇന്ന് വേറെ കറി വയ്ക്കാനൊന്നും എന്താണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇത് വെച്ചിട്ട് തീരുമാനിക്കാം. ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് വെള്ളം വാർന്ന് വെച്ചിരിക്കുന്ന മുരിങ്ങയില ചൂടായ എണ്ണയിൽ തട്ടാൻ പോവുകയാണ്. ഇതെല്ലാം ശ്രമിച്ച് തട്ടാൻ പോവുകയാണ്. ഇത്രയും മുരിങ്ങയില ഇനി വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ നേർ പകുതിയാകും, ക്വാണ്ടിറ്റി കുറയും. അപ്പോൾ അതിനാവശ്യമുള്ള ഉപ്പാണ് ഞാൻ ചേർക്കുന്നത്. നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇതിനെ വേകുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇത് കറുവറുത്തല്ല, വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതാണ്. പണ്ടൊക്കെ ചില മാസങ്ങളിൽ, അതായത് കർക്കിടക മാസത്തിലെയാണ് മുരിങ്ങയില തോരൻ വയ്ക്കാൻ എടുക്കാറില്ല. കർക്കിടക മാസത്തിൽ എന്തോ ഒരു വിഷം ഇലയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അറിയാം. ഇപ്പോഴങ്ങനെ നോക്കാറില്ല, എല്ലാവരും എല്ലാ മാസവും എടുക്കാറ്. ഞാൻ പറഞ്ഞില്ലേ, വെന്തപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ ഇട്ട ഉപ്പ് തന്നെ മതിയാവും. ഇനി ഇതിലേക്ക് ഞാൻ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പ്, അതായത് കുറച്ച് തേങ്ങ, മുളക് പൊടി, മുളക് പൊടി നമ്മൾ ആവശ്യത്തിന് ചേർക്കാം, ഞാൻ വളരെ കുറച്ച് ചേർത്തുള്ളൂ. ജീരകം, വെളുത്തുള്ളി, ഇത്രയും ഒതുക്കി വെച്ചിരുന്നു. ഇതും കൂടെ ചേർത്ത് നമുക്ക് കുറച്ച് സമയം കൂടെ ചെക്കി ഉലർത്തി എടുക്കാം. അങ്ങനെ നമ്മുടെ മുരിങ്ങയില തോരൻ റെഡിയായി. ഇന്ന് ഞാൻ വളരെ കുറച്ച് ഉപ്പാണ് ചേർത്തതെങ്കിലും ഉപ്പ് മുന്നിട്ട് നിൽക്കുകയാണ്. ഇന്നെന്താവുമോ എന്തോ ഉപ്പിൻ്റെ കാര്യത്തിൽ. ഉപ്പ് മുന്നിട്ട് തന്നെ നിൽക്കുന്നത്. ഇനി ഞാനൊരു ചെറിയ രസം വയ്ക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് കുരുമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പുളി, ഇഞ്ചി ഇത്രയും വറുക്കുകയാണ്. വറുത്തിട്ടൊന്ന് ചൂടാകുമ്പോഴേക്കും ഇതിനാവശ്യമായ മുളക് പൊടി, മല്ലിപ്പൊടി, കായപ്പൊടി ഇത്രയും ചേർക്കുക. അങ്ങനെ രസവും റെഡിയായി. മുളക് പൊടി, മല്ലിപ്പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തരച്ചെടുത്തു. അടുത്ത് ഞാൻ മുട്ട കൊണ്ടൊരു വിഭവം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് സവാള, ഇഞ്ചി, വെളുത്തുള്ളി. ഇനി ഇതിനോടൊപ്പം ടൊമാറ്റോയും പച്ചമുളകും കൂടി ചേർക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ എൻ്റെ കയ്യിലില്ല, അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ചേർക്കുന്നില്ല. അതിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് ഫ്രൈ പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കും. കടുക് ചേർക്കുന്നു. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ചേർത്ത് വഴറ്റാൻ പോവുകയാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കും.
പൊടികൾ ഓരോന്നിട്ട് എന്നുള്ള മഞ്ഞൾപ്പൊടി ചേർത്തു. ഉള്ളി വഴറ്റി അതിനോട് ഇപ്പം മുളക് പൊടി അതിനോട് പൊടികൾ ചേർക്കുകയാണ്. മുളക് പൊടി, അടുത്ത മല്ലിപ്പൊടി, മസാലപ്പൊടി എന്നിവയും ചേർത്ത് വഴറ്റാൻ പോവുകയാണ്. മല്ലിപ്പൊടി ചേർക്കുന്നു. അടുത്ത് മസാലപ്പൊടി, മസാലപ്പൊടിയും ചേർത്തു. ഇതിനെ നന്നായിട്ട് വഴറ്റും. മൂന്ന് മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 3 മുട്ടയും പൊട്ടിച്ച് വെച്ച്. ഇതാണ് പുതിയ മുട്ട വിഭവം. ഇതിനെ ഇനി ഇളക്കി യോജിപ്പിക്കും. അങ്ങനെ മുട്ട വിഭവം റെഡിയായി. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇന്ന്. ഇത്രയും സമയം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിന് സന്തോഷം. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.